ഞാനൊരു വെണ്ടയ്ക്കായും പാവയ്ക്കായും കൂടെ ഒരു തീയിൽ വയ്ക്കാൻ പോകണേ. ഒരു വെണ്ടയ്ക്കയാണ് നമ്മുടെ ഈ വെണ്ടയിൽ നിന്നതാണ്. ഒരു വെണ്ടയ്ക്കായും കൊണ്ട് ഒരു ചെറിയ പാവയ്ക്കായും, പിന്നെ ഒരു സവോളയും 2 പച്ചമുളകും ഇത്രയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ അരപ്പ് തീയലിനുള്ള തേങ്ങ നല്ലതായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചേക്കുകയാണ്. മുളകോടും മല്ലിപ്പൊടിയും പിന്നെ നമുക്കിടാം. അങ്ങനെ ഞാൻ ചീഞ്ചട്ടി അടുപ്പ് വയ്ക്കട്ടെ. തേങ്ങ വറുത്ത ചീഞ്ചട്ടി തന്നെയാണ്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം മതി വെളിച്ചെണ്ണ. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്കിനി ഈ അരിഞ്ഞത് പാവയ്ക്കായും വെണ്ടയ്ക്കായും ഉള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും. ഞാൻ ഇതൊന്ന് മൂക്കട്ടെ. അല്പം ഉപ്പോട് ഇട്ട് കൊടുക്കാം. അല്പം പുളി വെള്ളത്തിലിട്ട് പിഴിപുളി. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മൂക്കട്ടെ. നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണ്, ചെറിയൊരു സ്പൂണാണ്. അങ്ങനെ മല്ലിപ്പൊടി 1/2 സ്പൂണ്. നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. പാവയ്ക്ക തീയൽ നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഞാൻ അല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട്. തേങ്ങയ്ക്ക് അധികം വെളിച്ചെണ്ണ ഇല്ലാത്ത തേങ്ങയുണ്ട് പൊടിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല കുഴമ്പ് ഉണക്കിരിക്കേണ്ട. ഇത് പൊടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഇതിനകത്ത് ചേർക്കാം. അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കട്ടെ. പുളിവെള്ളം ഒഴിച്ച് അല്പം കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പറ്റട്ട് കിടന്ന്. അല്പം ഉപ്പും കൂടെ വേണേ. നമ്മൾ തേങ്ങ വറക്കം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറക്കുവാണെങ്കിൽ നല്ല എണ്ണ കാണും. നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതാണ് തേങ്ങ വറുത്തെടുത്തത്. അതുകൊണ്ടാണ് അത്രയും പൊടിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കുന്നത് പോണക്ക് വെള്ളം പോണക്കിരിക്കും തേങ്ങ അരച്ചെടുത്ത് കഴിയുമ്പോൾ. ഒന്ന് പറ്റട്ടെ. ചെറിയൊരു കയ്പ്പൊക്കെ ഇടേ. പാവയ്ക്ക തീയലാകുമ്പോഴേ നല്ല ടേസ്റ്റല്ലേ ചോറുണ്ണാൻ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് പറ്റട്ടെ. അല്പം ഒന്ന് പറ്റട്ടെ. നല്ലതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്ക് വാങ്ങാടുപ്പേന്ന്. നല്ലൊരു തീയിൽ റെഡിയായേ. നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന തീയൽ. ഓക്കേ.